ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സച്ചിയും രേവതിയും അമ്പലത്തിൽ വെച്ച് വീണ്ടും വഴക്കായി. രണ്ടുപേരും കൂടെ വഴക്ക് ഉണ്ടാക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞു. ഈ സമയത്ത് പാറു ചേച്ചി ആണെങ്കിൽ ഇവരെ ഇങ്ങനെ വിട്ടാൽ പറ്റില്ല, ഇവർ തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് പരിഹരിച്ച് ഒന്നാവണം എന്നുള്ള രീതിയിൽ അച്ചമ്മയോട് പറയണം. അതൊക്കെ കേട്ട അച്ചമ്മ ഇങ്ങനെ നിൽക്കുക. പിന്നെ കാണിക്കുന്ന ശ്രുതിയാട്ടോ. ശ്രുതിയാണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരിയായിട്ട് നിന്നിങ്ങനെ സംസാരിക്കുന്നു, തന്റെ പാർലർ പച്ച പിടിക്കുന്നു തോന്നുന്നുണ്ട് എന്നൊക്കെ. അപ്പോൾ നിന്റെ ഭാവി അമ്മായിമ്മയുടെ പേരല്ലേ പാർലറിന്, ഐശ്വര്യമുള്ള സ്ത്രീയാണെന്ന് തോന്നുന്നതെന്ന് കൂട്ടുകാരി ശ്രുതിയോട് പറയുന്നു. നീ അവരുടെ പേര് പാർലറിന് ഇടുന്നു ഞാൻ കരുതിയില്ല കേട്ടോ എന്ന് പറഞ്ഞപ്പോ അവരതിൽ വീണും പോയി. ഇന്ന് ഞാൻ ചെയ്യുന്നതിന്റെ ഗുണം നാളെ എനിക്ക് കിട്ടും എന്ന് ശ്രുതി അന്നേരം പറയാം. എന്നെ കുറിച്ച് എല്ലാം അറിഞ്ഞാലും അമ്മായിയമ്മ കഴുത്തിന് പിടിച്ച് വെളിയിൽ തള്ളില്ലല്ലോ, അത് നമുക്ക് നോക്കാം എന്നും പറഞ്ഞുകൊണ്ട് ഇവരിങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ഇവർ രണ്ടുപേരും കൂടി കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ ഇടി വെട്ടിയവന്റെ തലയിൽ പാമ്പ് കടിച്ചു എന്ന് പറഞ്ഞതുപോലെ ദേ വന്നിരിക്കുന്നു വീട്ടിലിന്റെ മുന്നിലേക്ക് ഒരു വ്യക്തി. അയാളെ കണ്ടപ്പോഴേക്കും ശ്രുതി ഒന്ന് ഞെട്ടി. ശ്രുതി ഞെട്ടി വിറച്ചിങ്ങനെ നിൽക്കുവാണ്. അപ്പൊ ആ ബോസാ വന്നത്. അപ്പൊ സാർ തന്നെ ഇവിടേക്ക് വന്നതെന്ന് ശ്രുതി ചോദിച്ചു. ഞാൻ വിളിച്ചിട്ട് നീ ഫോൺ എടുക്കുന്നില്ല, എന്നോഴാണെങ്കിലോ നീ തിരിച്ചു വിളിക്കുന്നുമില്ല, അപ്പൊ ഒന്ന് നേരിട്ട് കാണാന്ന് കരുതി വന്നതാണെന്ന് പറഞ്ഞു. അപ്പൊ ഞാനെന്തിനാ നിങ്ങളുടെ കോൾ എടുക്കുന്നത്, എനിക്ക് നിങ്ങളെ കാണുന്നതേ ഇഷ്ടമല്ല എന്ന് പറഞ്ഞു. നിങ്ങളിപ്പോ ഇവിടെ വരാൻ പാടില്ലായിരുന്നു, ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാനായിട്ട് ശ്രുതി പറയാം. അപ്പോഴേക്കും എപ്പോഴാ എന്നെ ഇഷ്ടമില്ലാണ്ടായത് എന്ന് ചോദിച്ചു. നീ സമ്പാദിച്ചത് എന്നെ കൊണ്ടല്ലേ, ഇപ്പൊ എന്നെ അറിയിക്കാതെ ബ്യൂട്ടി പാർലർ തുടങ്ങി നീ വലിയ ആളായല്ലോ. എന്നെ വെറുപ്പിച്ച് നിനക്ക് മുന്നോട്ട് പോകാൻ പറ്റുമെന്ന് നീ കരുതിയോന്ന് ചോദിച്ചപ്പം നിങ്ങളെന്താ എന്നെ പേടിപ്പിക്കുകയാണോ എന്ന് ചോദിച്ചു ശ്രുതി. അതെ, നീ എന്നെ പേടിക്കണം, കാരണമേ നിന്നെ കുറിച്ച് എനിക്കെല്ലാം അറിയാവുന്നതാണെന്ന് പറഞ്ഞു. അത് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി, അതുപോലെ എന്നെ കൂട്ടുകാരിയും ഞെട്ടി. നീ ആരാണെന്നും എന്താണെന്നും ഒക്കെ നന്നായിട്ട് എനിക്ക് അറിയാം, നീ എന്താടി ഭയന്ന് പോയോ എന്നൊക്കെ സാറങ്ങ് ചോദിക്കുക. നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അറിഞ്ഞിട്ട് തന്നെയാ നിൽക്കുന്നത്, എല്ലാവരെയും ചതിക്കുന്നതാ നിന്റെ ശീലം, അതിൽ നീ ആനന്ദം കണ്ടെത്തുന്നവളാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോഴേക്കും ശ്രുതിക്ക് ഞെട്ടലായി, ശ്രുതിക്ക് പേടിയായി. ശ്രുതി ഇങ്ങനെ നിന്ന് വേർക്കാൻ തുടങ്ങി. നിന്നെ കുറിച്ച് ഞാൻ അറിഞ്ഞതൊക്കെ പുറത്ത് പറഞ്ഞാലേ അതോടെ തീർന്നു നിന്റെ ജീവിതം. അത് കേട്ടപ്പോഴും ശ്രുതി ഇങ്ങനെ ഒന്ന് ദീർഘശ്വാസം ഇട്ടുകൊണ്ടിരിക്കുക. ഞാനെന്താ അതെല്ലാവരോടും പറയട്ടെ എന്ന് ചോദിച്ചപ്പം വേണ്ട പ്ലീസ് സാർ ഒന്നും പറയരുത്, ആരോടും ഒന്നും പറയരുത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ശ്രുതി അങ്ങോട്ടേക്ക് വന്നു. ശ്രുതി കയറി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതിയും പെട്ടു, അയാളും പെട്ടു, കൂട്ടുകാരിയും പെട്ടു. താനെന്താണോ ഇവിടെ നിന്ന് ചോദിച്ചാ ശ്രുതി വന്നത്. ഇയാളെന്നേരത്തിനും ടെൻഷൻ അടിച്ച പോലെയൊക്കെ ഇങ്ങനെ കാണിക്കുക. ഇയാളെന്തിനാ ഇവിടെ വന്നതെന്ന് ശ്രുതിയോട് ശ്രുതി ചോദിച്ചപ്പം അറിയില്ല എന്ന് ശ്രുതി പറഞ്ഞു. സത്യം ആരോടും പറയില്ല എന്നും പറഞ്ഞല്ലോ, എന്താ സത്യം എന്നൊക്കെ ചോദിച്ചു. അപ്പൊ പകുതി മുക്കും മൂലയൊക്കെ കേട്ടു, മുഴുവനായിട്ട് കേട്ടില്ല. പറയാ സത്യം എന്താണെന്ന് താൻ പറയടോ എന്ന് ശ്രുതി ദേഷ്യത്തോടു കൂടി ഈ സാറിനോട് ചോദിക്കുന്നു. അന്നേരം നിങ്ങൾ രണ്ടുപേരുടെയും കള്ളത്തരമൊക്കെ ഞാൻ കണ്ടുപിടിച്ചു എന്നുള്ള കാര്യം ഇയാള് പറയാ. അപ്പൊ അത് രണ്ടുപേരും കൂടി ഇങ്ങനെ പേടിയോടെ നിന്ന് കേൾക്കുക കേട്ടോ, കൂട്ടുകാരിയും ശ്രുതിയും കൂടി. നിങ്ങൾ രണ്ടുപേരും കല്യാണം കഴിഞ്ഞതുപോലെയാ ജീവിക്കുന്നത്, പക്ഷെ നിങ്ങളുടെ രണ്ടുപേരുടെയും കല്യാണം കഴിഞ്ഞിട്ടില്ല, അത് ഞാൻ കണ്ടുപിടിച്ചു, അതാ പറഞ്ഞതെന്ന് പറഞ്ഞപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ അല്ലാത്തൊരിതിലിങ്ങനെ നോക്കുക. പണി പാളി എന്ന് ശ്രുതിക്ക് മനസ്സിലായി. ഇതാണോടോ താൻ കണ്ടുപിടിച്ച സത്യം എന്ന് ശ്രുതി ചോദിച്ചപ്പം അതെ ഇത് തന്നെയാ സത്യം, നേരല്ലേ എന്ന് ചോദിച്ചു. അങ്ങനെ ശ്രുതിയെ കുറിച്ചും കുറെ പറഞ്ഞു. അപ്പൊ എന്നെ കുറെ ടോർച്ചർ ചെയ്തിട്ടുണ്ടല്ലോ നിങ്ങൾ, ഇനി എന്റെ പിറകെ വരരുത്, എന്റെ വിവാഹം ഉറപ്പിച്ചിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞപ്പോ നിനക്ക് വിവാഹം കഴിക്കാൻ ഇവളെ മാത്രമേ കിട്ടിയുള്ളൂ എന്ന് ചോദിച്ചു. ഇവളുടെ ജോലിയെ മസാജാ, അതിന്റെ പേരിൽ ആണുങ്ങളെ എന്ന് പറഞ്ഞപ്പോഴേക്കും ഒരൊറ്റ അടിയായിരുന്നു നമ്മുടെ ശ്രുതി ഈ പറഞ്ഞ സാറിന്റെ മുഖത്തിനിട്ട്. അപ്പോൾ ഇവളുടെ ജോലി എന്താണെന്നും ഇവൾ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാം, എന്റെ ജീവനാ ഇവളെന്ന് ശ്രുതി അന്നേരം ശ്രുതിയെ കുറിച്ച് പറയുന്നു. എന്റെ പെണ്ണാവള് നിനക്ക് അറിയാവോന്ന് ചോദിച്ചു. അതൊക്കെ കേട്ടപ്പോഴേക്കും ഭയങ്കര ഇതിൽ നിൽക്കുക. ഇനി നിന്നെ ഈ പരിസരത്ത് കണ്ടുപോയേക്കരുത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശ്രുതി ഇവനെ ഇങ്ങനെ തുറിച്ചു നോക്കുന്നു. അപ്പൊ പോടാ ഇറങ്ങിപ്പോടാ എന്നും പറഞ്ഞുകൊണ്ട് ശ്രുതി അയാളെ തട്ടി ഓടിച്ച് വിട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും ശ്രുതി നമ്മുടെ ശ്രുതിയെ കെട്ടിപ്പിടിച്ച് ഓടി വന്നു. പിന്നെ ശ്രുതി അതിലങ്ങ് മുഴുകി അങ്ങനെ അങ്ങ് നിൽക്കുക. അപ്പോൾ ഇപ്പൊ എനിക്ക് മനസ്സിലായി എന്റെ ജീവിതത്തിൽ എനിക്ക് ശ്രുതി ഉണ്ടെന്ന്. താങ്ക്സ് ശ്രുതി, താങ്ക്സ് എന്നൊക്കെ പറഞ്ഞപ്പോൾ കരയാതെ ഞാൻ എപ്പോഴും നിന്റെ കൂടെ തന്നെ ഉണ്ടാകുമെന്ന് ശ്രുതിയോട് പറയുന്നു. ഭയങ്കര പ്രണയവും ഭയങ്കര സ്നേഹമൊക്കെ. അപ്പൊ ആവേശത്തിന് തല്ലിയതാ ഇപ്പൊ വല്ലാണ്ട് കൈ വേദനിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്തൊരു വേദനയാണെന്ന് ചോദിച്ചപ്പോ മീര നീ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് ഐസ് എടുത്തോണ്ട് വരാൻ പറഞ്ഞു. അടി കൊണ്ട ആൾക്കല്ല, അതൊക്കെ കണ്ടോണ്ട് നിന്ന ആൾക്ക് ആ ടെൻഷൻ എന്നും പറഞ്ഞ് മീര അകത്തേക്ക് പോയി. അപ്പൊ ഇതൊന്ന് ഐസ് വെച്ചാൽ ശരിയാകുമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതിയുടെ കൈ ഇങ്ങനെ പിടിച്ചു നോക്കുന്നു, ചെരിച്ചു നോക്കുന്നു, മറിച്ചു നോക്കുന്നു. അപ്പോഴേക്കും ശ്രുതി ഇങ്ങനെ കണ്ണു നട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുന്നു. എന്തായാലും അങ്ങനെ ഒരു കാര്യങ്ങൾ വളരെ മനോഹരമായി അവരുടെ ജീവിതത്തിൽ നടക്കുന്നു. ഇതേ സമയം നമ്മുടെ അച്ഛൻ, അതായത് രവിയേട്ടൻ അച്ചമ്മയുടെ വീട്ടിലേക്ക് വന്നിരിക്കുന്നു. അപ്പൊ നമ്മുടെ രേവതി കണ്ടു. അച്ഛാന്ന് പറഞ്ഞു ഓടിച്ചെന്നു. അപ്പൊ എന്റെ മക്കളെ കാണാൻ അച്ഛൻ വന്നത്
ഈ നാടൊക്കെ മോൾക്ക് ഇഷ്ടമായോ എന്നൊക്കെ അച്ഛൻ ചോദിച്ചപ്പം ഇഷ്ടമായെന്ന് പറഞ്ഞു രേവതി. സച്ചി എങ്ങനെ മോളോട് വഴക്ക് കൂടാറുണ്ടോ എന്ന് ചോദിച്ചപ്പോ വന്ന ഉടനെ എന്നെ വിരട്ടാനൊന്ന് നോക്കിയതാണെന്ന് പറഞ്ഞു. അച്ചമ്മ കണ്ണുരുട്ടിയതോടെ അതങ്ങ് നിന്നു. അച്ചമ്മയെ ഭയങ്കര പേടിയാ എന്ന് രേവതി. അപ്പൊ പേടി മാത്രമല്ല ബഹുമാനാണെന്നുള്ള കാര്യങ്ങള് അച്ഛൻ മോളോട് പറയുന്നു. ആർക്കും വേണ്ടാത്തവന് സ്നേഹം കൊടുത്ത് വളർത്തിയവരാണ് അവന്റെ അച്ചമ്മ. അതുകൊണ്ട് തന്നെ അവരോട് സ്നേഹവും ബഹുമാനവും അവനുണ്ട്. അച്ചമ്മ പറഞ്ഞാലേ അവൻ എന്തും അനുസരിക്കും. അപ്പൊ അതെനിക്ക് മനസ്സിലായി എന്ന് രേവതി പറയാ. മോള് കണ്ടോ, മോളെ തോളിൽ ഇരുത്തിയായിരിക്കും അവൻ നാട്ടിലേക്ക് വരിക. അവൻ ആ വിധത്തിലാക്കും അമ്മ, നോക്കിക്കോളാൻ പറഞ്ഞു. അമ്മ എന്തെന്ന് ചോദിച്ചപ്പോ അമ്മ അകത്തോണ്ട് വാച്ചാന്നും പറഞ്ഞ് അച്ഛനെയും കൂട്ടിക്കൊണ്ട് കയറി പോണു. അപ്പോ അതെ മോനെ കണ്ട സന്തോഷത്തിൽ അമ്മയും വന്നു. ഇത് എന്തൊരു വരവാടാ, ഒരു പ്രതീക്ഷിക്കാത്ത വരവ്. നിന്റെ ഭാര്യ നിനക്ക് ഭക്ഷണമൊന്നും തരുന്നില്ലേ, ഇത് എന്തൊരു കോലമാന്നൊക്കെ ചോദിച്ചു. അന്നേരം ഞാൻ മെലിഞ്ഞിട്ടൊന്നുമില്ല, അതൊക്കെ അമ്മയ്ക്ക് തോന്നുന്നതാന്ന് പറഞ്ഞുകൊണ്ട് അമ്മയും മകനും സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ മകൻ അച്ഛാന്ന് വിളിച്ച് ഓടി വന്ന് അച്ഛനെ കെട്ടി അങ്ങ് പിടിച്ചു. ഞാൻ അമ്മയെ കല്യാണം ക്ഷണിക്കാൻ വന്നതാണെന്ന് പറഞ്ഞു മകനോട്. കല്യാണ തീയതിയൊക്കെ കുറിച്ചല്ലേ എന്ന് അമ്മ ചോദിച്ചപ്പോ കുറിച്ചു. അമ്മ ഒരാഴ്ച മുന്നേ തന്നെ വീട്ടിലേക്ക് വരണമെന്ന് പറഞ്ഞപ്പം ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ആര് നോക്കും രവി, 1-2 ദിവസം മുന്നേ വരാമെന്ന് അമ്മ പറയുകയും ചെയ്തു. അത് കേട്ട് മുഖം വല്ലാതായി. മുന്നേ ഒരു പെണ്ണ് സുതിയെ പറ്റിച്ച് കളഞ്ഞതല്ലേ, ഇവളെ കുറിച്ച് നല്ലവണ്ണമൊക്കെ അന്വേഷിച്ചല്ലോ അല്ലേ. അപ്പൊ ഞാനൊന്നിനും തലയിട്ടിട്ടൊന്നുമില്ല അമ്മേ, പിന്നെ അവന്റെ അമ്മയാണല്ലോ അവളെ കണ്ടത് ഉറപ്പിച്ചതും എല്ലാം ഞാൻ നിന്ന് കൊടുക്കുന്നു, അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുക. പെണ്ണ് നല്ലതല്ലെങ്കിൽ ചന്ദ്ര ഇത്ര ഉത്സാഹിക്കില്ലല്ലോ എന്ന് പറഞ്ഞപ്പോ പെണ്ണ് നല്ലവളായാലും ശരി കെട്ടവളായാലും ശരി ഈ വിവാഹം നടക്കില്ല എന്ന് പറഞ്ഞു. ഒരു നല്ല കാര്യം സംസാരിക്കുമ്പോൾ ഇങ്ങനെയൊന്നും പറയല്ലേടാ എന്ന് സച്ചിയോട് അച്ഛമ്മേ അവൻ എന്റെ 50 ലക്ഷം രൂപ തരാതെ ഈ കല്യാണം നടക്കില്ല, അത് ഉറപ്പാ, നടത്താൻ ഞാൻ സമ്മതിക്കത്തില്ല എന്ന് പറഞ്ഞു. കാശ് തരാമെന്നും പറഞ്ഞ് അമ്മയുടെ തലയിൽ തൊട്ടവൻ സത്യം ചെയ്തതാ, പക്ഷെ ഇതുവരെ അവൻ തന്നിട്ടില്ല. ആ ഫ്രോഡ് എന്നെയും പറ്റിക്കാൻ നോക്കുകയാണെന്നൊക്കെ പറഞ്ഞ് സച്ചി ദേഷ്യപ്പെടുന്നു. ആ കാശ് തരാതെ അവനെ താലി കെട്ടാൻ വീടില്ല ഞാനെന്നുള്ള കാര്യവും സച്ചി. അവൻ നിനക്ക് കാശ് തരാമെന്ന് പറഞ്ഞിട്ടുള്ളതല്ലേ, ഇപ്പോഴല്ലേ അവന് ജോലി കിട്ടിയത്, കല്യാണം കഴിയട്ടെ അപ്പൊ അവൻ കാശ് തന്നോളൂ എന്ന് പറഞ്ഞു. തന്നത് തന്നെ, കല്യാണം കഴിഞ്ഞാലേ അവൻ ആ പെണ്ണിനെയും കൂട്ടി സ്ഥലം വിടും, നോക്കിക്കോ, അവന്റെ പൊടി പോലും പിന്നെ കിട്ടുകയല്ല, പിന്നെ ആ കാശ് കിട്ടാൻ പോണത് എന്നൊക്കെ സച്ചി പറഞ്ഞപ്പം നീ ഒന്ന് അടങ്ങ സച്ചി എന്ന് അച്ഛമ്മ. എന്തിനാ ഞാൻ അടങ്ങുന്നേ, അതിന്റെ ആവശ്യമൊന്നുമില്ല. ആ ഫ്രോഡ് എല്ലാവരെയും കബളിപ്പിക്കാം, അവൻ കാരണം എന്തൊക്കെ വിഷയങ്ങളുണ്ടായി, ഇനി വീട്ടില്ല ഞാൻ അവനെ, എന്റെ ജീവിതം പോലും തുലച്ചത് അവനല്ലേ എന്ന് പറഞ്ഞപ്പോഴേക്കും രേവതിയുടെ മുഖം അങ്ങ് വല്ലാതെയായി. അച്ഛന്റെ ആകെയുള്ള സമ്പാദ്യം അവൻ കൊണ്ട് തൊലച്ചത്, കൊടുക്കരുതെന്ന് ഞാനായിട്ട് പറഞ്ഞതാ, പക്ഷെ ഇവരാരും കേട്ടില്ല. അപ്പൊ വിട് എന്റെ സച്ചി, കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു പോയില്ലേ, ഇനിയിപ്പോ നടക്കാൻ പോകുന്നതിനെ പറ്റി ആലോചിച്ച പോരെ എന്ന് അച്ഛൻ മോനോട് ചോദിക്കുന്നു. രേവതി അന്നേരം സങ്കടത്തിൽ നിൽക്കുക. സച്ചി നീ കല്യാണം മുടക്കരുത്, അവനെ വിശ്വസിച്ചു വരുന്ന ഒരു പെണ്ണാവത്, കല്യാണം മുടക്കുമെന്ന് പറയുമ്പോ നീ ആ കുട്ടിയെക്കുറിച്ച് ഓർക്കണം. അപ്പൊ ഞാനതിനെ ഓർക്കണം, അത് അവളുടെ തലയിലെഴുത്ത്, അത് ഓർത്താ പോരെ എന്ന് സച്ചി ഇവരോട് ചോദിക്കാം. എനിക്ക് എന്റെ 50 ലക്ഷം കിട്ടിയേ പറ്റൂ, അല്ലെങ്കിൽ ഞാൻ കല്യാണം മുടക്കും, 100% ഉറപ്പാ. എപ്പോ നോക്കിയാലും 50 ലക്ഷം അതിനെക്കുറിച്ച് മാത്രമേ ചിന്തയുള്ളൂ എന്ന് രേവതി ചോദിച്ചു. അച്ഛൻ കല്യാണം ക്ഷണിക്കാൻ സന്തോഷത്തോടെ വന്നതല്ലേ, എന്തിനാ വെറുതെ അച്ഛന്റെ സന്തോഷം കെടുത്തുന്നത് എന്ന് രേവതി സച്ചിയോട് ചോദിക്കുക. അപ്പോ സച്ചി നീ വിഷമിക്കാതിരിക്കെ, നിന്റെ അച്ഛൻ 30 വർഷത്തോളം അധ്വാനിച്ച കാശ്, അത് നേരുള്ള കാശ്, അത് അവന് തിരികെ കിട്ടുക തന്നെ ചെയ്യും, നീ നോക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ അച്ഛൻ ആ കാര്യം പറയുന്നു. ദൈവം ഒന്നെടുത്തെങ്കിൽ വേറൊന്ന് തിരികെ കൊടുക്കും, 100% ഉറപ്പായ കാര്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അത് കിട്ടി കണ്ടാൽ മതിയെന്ന് നമ്മുടെ സച്ചി പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങ് പോയി. എന്നിട്ട് പിന്നെ ഇവരവിടെ ഇരുന്ന് സച്ചിയെ പറ്റിയുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നു. സച്ചിയുടെ ഉള്ളില് ആ പൈസ മേടിച്ച് നിനക്ക് തന്നെ തരാനായിട്ടുള്ള ഒരിതാണ്, അതിനാണ് അവൻ ഇത്രത്തോളം ദേഷ്യം കാണിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അച്ഛമ്മ ഇങ്ങനെ പറയുന്നു. അല്ലാതെ അവൻ അതിൽ നിന്നിട്ട് ചില്ലി കാശ് പോലും എടുക്കില്ല എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ അവർ ആ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്നു. ഇത് കഴിഞ്ഞപ്പോൾ പിന്നെ സച്ചിയുടെ ഫോണിലേക്ക് കോള് വരുന്നു. അപ്പോൾ മഹേഷ് എന്ന് പറയുന്ന കൂട്ടുകാരൻ്റെ കോളാ വന്നത്. അപ്പോൾ നീ ഒന്ന് വിളിക്കുന്ന പോലുമില്ലല്ലോടാന്ന് സച്ചി പറഞ്ഞപ്പോൾ നിന്നെ ശല്യപ്പെടുത്തണ്ടാന്ന് കരുതിയാ വിളിക്കാതിരുന്നതെന്ന് പറയാണ്. ഹണിമൂണിനിടയിൽ ഞാൻ എന്തിനാ, ഹണിമൂണോ, ആ ഹണിമൂണിലല്ലേ നിങ്ങൾ പോയത്, ഹണിമൂണല്ല ഇതിനെ ശനിമൂണെന്നാ പറയുന്നതെന്ന് സച്ചി. അതെന്താടാ, 2 എണ്ണം അടിക്കാൻ പോലും പറ്റുന്നില്ലടാ, മദ്യം കഴിച്ചാലേ അച്ഛമ്മ ചെവിക്ക് പിടിക്കുമെന്ന് പറഞ്ഞു സച്ചി. സാരമില്ലടാ പോട്ടെ, എന്തായാലും കുറച്ച് ദിവസം ശബരിമലയ്ക്ക് പോകാൻ മാല ഇട്ടെന്ന് കരുതിയാൽ മതിയെന്ന് കൂട്ടുകാരൻ. എങ്ങനെയുണ്ടടാ അവിടെ, ഓട്ടോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ, എല്ലാം അടിപൊളിയാണോ, കാർ നന്നായി സൂക്ഷിക്കണേടാ, ശ്രദ്ധിച്ച് കാർ ഓടിക്കണേ, തട്ടുവോ മുട്ടൊന്നും ചെല്ലേടാ, അതൊക്കെ ഞാൻ സൂക്ഷിച്ചോളാം. പിന്നെ അതൊരു കാറും മാത്രമല്ല എൻ്റെ ഫ്രണ്ടും കൂടിയാണെന്ന് നിനക്ക് അറിയാലോ. അറിയാടാ, 2-3 ദിവസമായി ഞാൻ അതിനെ തൊടുകയും കാണിക്കുകയൊക്കെ ചെയ്തിട്ട്, മനസ്സ് വല്ലാതാവുകയാടാ എന്നൊക്കെ പറയണു. നന്നായിട്ട് തുടയ്ക്കണം, വെയിലത്തൊന്നും നിർത്തിയിടരുത് എന്നൊക്കെ പറഞ്ഞപ്പം ശരിയടാ ഞാൻ സൂക്ഷിച്ചോളാം എന്ന് കൂട്ടുകാരൻ. എടാ അടി പഠിക്കാൻ മറക്കരുത്, നിനക്കുള്ള കാശ് എടുത്തിട്ട് മതി. എടാ നീ ടെൻഷൻ അടിക്കല്ലേ, ഞാൻ അടച്ചോളാം,
എനിക്ക് ടെൻഷനൊന്നും ഇല്ലടാ. എൻ്റെ അച്ഛമ്മ, പാറു അമ്മ, ഇപ്പൊ അച്ഛൻ, പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട എല്ലാവരും ഇവിടെ ഉണ്ട്. ഞാൻ ഹാപ്പിയാ. നീ പറഞ്ഞ ലിസ്റ്റിൽ ഒരു പേര് വിട്ടുപോയല്ലോടാ. ആരുടെ പേര്? നിന്റെ ഭാര്യയുടെ പേര്? ഓ, രേവതിയോ? അവൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് നമ്മുടെ സച്ചി. അവള് കൂടെയുള്ളതും സന്തോഷം തന്നെയാണെന്ന് പറഞ്ഞു സച്ചി. അത് കേട്ടപ്പോൾ നമ്മുടെ രേവതിക്ക് ഒത്തിരി സന്തോഷം. അവൾക്ക് ഈ നാടകം ഇഷ്ടപ്പെട്ടു. ഉത്സവ പറമ്പിലോ കൊച്ചു കുട്ടികളെ കൂട്ടിക്കൊണ്ട് പോയാൽ എങ്ങനെയിരിക്കും? അതുപോലെ ഇപ്പം പ്രേമം തുടങ്ങിയോ എന്നിങ്ങനെ നമ്മുടെ സച്ചിയോട് കൂട്ടുകാരൻ ചോദിക്കണം. ഇതൊക്കെ കേട്ട് നമ്മുടെ രേവതി സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി ഇങ്ങനെ നിൽക്കുക. അപ്പോൾ ഒരു കീറങ്ങ് വെച്ചെന്നുണ്ടല്ലോ, ഞാൻ പറഞ്ഞേക്കാം, പ്രേമം പോലും ഞാൻ അങ്ങ് വരട്ടെ എന്നൊക്കെ നമ്മുടെ കൂട്ടുകാരനോട് സച്ചി പറയുന്നു. ശരിയടാ, ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞ് ഫോൺ അങ്ങ് കട്ട് ചെയ്തു. രേവതി എന്നിട്ട് ഇങ്ങനെ വെള്ളമായിട്ട് സച്ചിയുടെ അടുത്തേക്ക് ചെല്ലുന്നു. ഒരു കുഞ്ഞു ചിരിയൊക്കെ ആയിട്ട് രേവതി കൊണ്ടുവന്ന് കൊടുത്തു. ഇത് കുടിക്കാൻ പറഞ്ഞു. ഇതെന്താന്ന് ചോദിച്ചപ്പോൾ ഇളനീർ വെള്ളമാണെന്ന് പറഞ്ഞു. സച്ചി അത് മേടിച്ചു, അത് കുടിക്കുന്നു. എന്നിട്ട് അത് കുടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മുടെ രേവതി കയറിപ്പോയി രേവതി തിരിഞ്ഞു നോക്കി അങ്ങനെ പോവുക. അങ്ങനെ രേവതി തിരിഞ്ഞു നോക്കി, എന്നിട്ട് സച്ചി നോക്കി ഒരു ചിരിയൊക്കെ ചിരിച്ചങ്ങ് പോയപ്പം സച്ചി അത് കണ്ടു. സച്ചി എന്നിട്ട് ഇവർക്ക് ഇതെന്താ പറ്റിയെന്ന് ഓർത്ത് ഇങ്ങനെ രേവതി തന്നെ നോക്കി നിൽക്കാം. എന്നിട്ട് രേവതി ഇങ്ങ് പോയി കഴിഞ്ഞപ്പോൾ ഒരു കള്ള ചിരിയായിട്ട് സച്ചി ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും രണ്ടുപേരും വളരെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് അവര് എല്ലാവരും കൂടെ ചേർന്ന് അമ്പലത്തിൽ വരിക. അപ്പൊ അച്ഛനോട് ചോദിക്കുകയാണ്, നമ്മളെന്തിനാ ഇങ്ങോട്ടേക്ക് വന്നതെന്ന്. ഒരു വഴിപാടുണ്ടെന്നുള്ള കാര്യം അച്ഛൻ പറഞ്ഞു. അത് കേട്ടപ്പോൾ എന്തിനാ? സുധിയുടെ കല്യാണക്കത്ത് പൂജിക്കണം, പിന്നെ ആദ്യം തന്നെ അമ്മയ്ക്ക് കൊടുത്ത ക്ഷണം തുടങ്ങണം, കല്യാണം തടസ്സമൊന്നും വരാതെ നല്ല രീതിയിൽ നടക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഇതൊന്നും സച്ചി സമ്മതിക്കില്ലെന്നില്ല. സച്ചി ഭയങ്കര ദേഷ്യത്തിലാണ്. അപ്പൊ ഈ കല്യാണം മുടങ്ങുമെന്ന് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് ഈ പരിപാടി എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ കല്യാണം നടന്നു കഴിഞ്ഞാൽ അവൻ കാശ് തരത്തില്ല, അതിന് മുന്നേ തന്നെ കാശ് അടിച്ചെടുക്കണം. ഭാര്യ അധ്വാനിച്ചു കൊടുത്ത കാശ് വെച്ച് അവൻ ജീവിക്കുക, അങ്ങനത്തെ ഒരുത്തനാണ് അവനെന്നൊക്കെ പറഞ്ഞു. ജോലിക്ക് അവൻ പോലും നമ്മുടെ കാശും കിട്ടുമല്ലോ എന്നൊക്കെ സച്ചി. ഇതൊക്കെ കേട്ട് രേവതിക്ക് അമ്മയ്ക്കും ദേഷ്യം വരുന്നുണ്ട്. അതുകൊണ്ട് കാശ് കല്യാണത്തിന് മുന്നേ തന്നെ വാങ്ങണം. അവൻ കാശ് എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ചുകൊണ്ട് വരട്ടെ, ഇല്ലെങ്കിൽ ഈ കല്യാണം നടത്താൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും മിണ്ടാതിരിക്കുക, ഒരു നല്ല കാര്യത്തിന് വന്നതല്ലേ എന്ന് രേവതി. അതിനിടയിൽ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ആഹാ, നീ കൊള്ളാലോ, നീ തന്നെ ഇത് പറയണം, നിന്നെയും പറ്റിച്ചതല്ലേ അവൻ എന്ന് സച്ചി രേവതിയോട് ചോദിക്കുക. അവൻ എല്ലാവരെയും പറ്റിക്കും, അതുകൊണ്ടാണ് ഞാൻ ഈ പറയണത്. ഒരിക്കൽ തെറ്റ് ചെയ്തു എന്ന് കരുതി അയാൾ എപ്പോഴും ആ കണ്ണുകൊണ്ട് കാണരുത് എന്ന് നമ്മുടെ രേവതി പറയാം. എന്ന് പറഞ്ഞുകൊണ്ട് സച്ചി അന്നേരം ഇഷ്ടമല്ലാത്ത രീതി നിൽക്കുന്നു. ഒന്നുമില്ലെങ്കിലും നിങ്ങളെപ്പോലെ തന്നെ അച്ഛന്റെ മോൻ തന്നെയല്ലേ അയാളും. അയാൾക്ക് നല്ലൊരു ജീവിതം വേണമെന്ന ആഗ്രഹം അച്ഛനും ഉണ്ടാകില്ലേ എന്ന് രേവതി ചോദിക്കുക. സച്ചി ഒന്നും മിണ്ടുന്നില്ല. അച്ഛമ്മയും അച്ഛനും ഇങ്ങനെ നോക്കി നിൽക്കുന്നു. കല്യാണം നല്ല രീതിയിൽ നടക്കണമെന്നുള്ള ആഗ്രഹം കൊണ്ടല്ലേ ഇത് പൂജിക്കാനായിട്ട് അച്ഛൻ ഈ ക്ഷേത്രത്തിലേക്ക് വന്നത്. നിങ്ങൾ എന്തിനാ വെറുതെ ഓരോന്ന് പറഞ്ഞ് അച്ഛന്റെ സന്തോഷമൊക്കെ എടുത്തി കളയുന്നേ? നീ എന്നെ പഠിപ്പിക്കാൻ വരരുതെന്ന് പറഞ്ഞു ദേഷ്യപ്പെട്ടു സച്ചി. നിർത്തടാ, അവൾ പറഞ്ഞതിൽ എന്താണ് അത്ര തെറ്റിയിരിക്കുന്നത്? ഇവിടെ വന്നത് പ്രാർത്ഥിക്കാനാ, അല്ലാതെ കലഹം കൂടാൻ വേണ്ടിയിട്ടല്ല, മനസ്സിലായോ? ഇവിടെ നിന്ന് പോകുന്നത് വരെ നീ ഇനി ഒരു അക്ഷരം പോലും മിണ്ടി പോകരുത്, നടക്കടാ അങ്ങോട്ടെന്നും പറഞ്ഞുകൊണ്ട് അച്ഛമ്മ സച്ചിയെ വഴക്ക് പറഞ്ഞു പിടിച്ചു വലിച്ചു കൊണ്ടുപോകണം. സച്ചി വാടാ എന്നും പറഞ്ഞു. അങ്ങനെ അവിടെ ചെന്ന് നിന്ന് ഇവരെല്ലാവരും പ്രാർത്ഥിക്കുന്നു. സച്ചി മാത്രം ലോകത്തെ കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുക. നീ എന്താണ് ഈ കാണിക്കുന്നത് എന്ന് അച്ഛമ്മ എന്തായാലും ചോദിച്ചപ്പോൾ സുധിയുടെ കല്യാണം നന്നായി നടക്കണമെന്നല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുന്നത്? അത് എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. അപ്പോൾ ആ പൈസ, അവന്റെ കയ്യിൽ നിന്ന് പോയ പൈസ എവിടുന്നേലും അവന് വീണ് കിട്ടണേ എന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അപ്പം മിണ്ടാതിരിക്കാനല്ലേ പറഞ്ഞു എന്ന് രേവതി പതുക്കെ സച്ചിയോട് പറയണു. അങ്ങനെ അവർ കുശുമ്പും കുസൃതിയൊക്കെ ആയിട്ട് അമ്പലനടയിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ആ ഒരു വഴിപാടും കാര്യങ്ങളെല്ലാം കിട്ടി. അത് കഴിഞ്ഞ് അവർ പ്രസാദമൊക്കെ നെറ്റിയിൽ തൊട്ടു. നമ്മുടെ സച്ചി ഇഷ്ടമില്ലാതെ മാറിപ്പോയി നിൽക്കുക. അപ്പം അമ്മ ഈ കല്യാണ കത്ത് മേടിക്കാൻ പറഞ്ഞ് അങ്ങനെ അങ്ങ് പൂജിച്ചു കൊണ്ട് കൊടുത്തതും അമ്മയുടെ കയ്യിലേക്ക് കൊടുക്കുന്നു. അപ്പൊ നിനക്കൊരു ഭയവും വേണ്ട രവി, കല്യാണമൊക്കെ ഭംഗിയായി തന്നെ നടക്കുമെന്ന് അമ്മ മോനോട് പറയുന്നു. അപ്പോഴേക്കും സച്ചി ഓഹോ എന്നും പറഞ്ഞൊരു ചുമയൊക്കെ അങ്ങ് പാസ്സാക്കി. എന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോ എന്താടാന്ന് അച്ഛമ്മ. അവനൊന്ന് ചുമച്ചതാ അമ്മേ. അവൻ ചുമയ്ക്കും, എനിക്കറിയാം അവൻ ചുമയ്ക്കുമെന്ന്. തലമണ്ടയ്ക്കിട്ട് രണ്ടെണ്ണം കൊടുത്താൽ മതി, അവന്റെ ചുമയൊക്കെ നിന്നോളും എന്നേരം അച്ഛമ്മ. സച്ചി എന്നേരം നിൽക്കുന്നു. അപ്പൊ ഒരു തേങ്ങ ഉടയ്ക്കണം എന്ന് പറഞ്ഞു. എന്തിനു തേങ്ങ ഉടയ്ക്കണം? കല്യാണം മുടങ്ങാതിരിക്കും നിങ്ങളല്ലേ തേങ്ങ ഉടയ്ക്കേണ്ടതെന്ന് സച്ചി ചോദിക്കുക. സച്ചി, നീ ഇവളുടെ കൂടെ പോയി തേങ്ങ ഉടയ്ക്ക്, പറയുന്നത് അനുസരിക്കാൻ പറഞ്ഞു. വാ എന്ന് പറഞ്ഞോണ്ട് രേവതി ഫ്രണ്ടിൽ അങ്ങ് പോയി. സച്ചി മനസ്സോടെ ആണെങ്കിലും പോവാ. അങ്ങനെ രണ്ടുപേരും കൂടെ പോകുമ്പം നിന്നെ സുധി ചതിച്ചതിന്റെ ആ ഒരു ദേഷ്യമാണ് സുധിക്ക് അവനോട്, സച്ചിക്ക് അവനോട്. അവന്റെ മനസ്സിൽ നിന്ന് അതൊരിക്കലും പോയിട്ടില്ല. അപ്പോൾ എനിക്കതൊക്കെ മനസ്സിലാകും അമ്മയെന്ന് പറഞ്ഞു. ഞാൻ അവന്റെ മനസ്സൊക്കെ മാറ്റിക്കോളാം. നിനക്കറിയില്ലേ, എന്റെ 2 ഇറ്റ് കണ്ണുനീരും മതി അവന്റെ മനസ്സു മാറാനായിട്ട്. നിനക്കറിയില്ലേന്ന് അച്ഛമ്മ. ഈ കല്യാണം ഭംഗിയായി നടക്കും, എന്റെ മോൻ ധൈര്യമായിട്ടിരിക്കാൻ പറഞ്ഞ് അമ്മ മകനെ സമാധാനിപ്പിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പൊ എല്ലാവരും കാത്തിരുന്ന് കാണുമല്ലോ അല്ലേ? എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു.